നാഥന്റെ ഇണക്കുരുവികൾ ഭാഗം 12. 10 മണി. പള്ളിയിൽ ഉസ്താദ് വന്നിട്ടുണ്ട്. വീട്ടിലെ ഹാളില് വലിയ മുസല്ല വിരിച്ചിട്ടുണ്ട്. അവിടെയായിരിക്കുന്നത്. പാന്റും കോട്ടുമൊക്കെ ഇട്ടിട്ട് സുന്ദരനായി നിൽക്കുന്നു ആശി. എന്താ ഒരു ലുക്ക്! നിയാസ് ഒന്ന് കളിയാക്കി. ആരും ഒന്ന് നോക്കിപ്പോവും. മൊഞ്ചന് ആരുടെയൊക്കെയോ കയ്യിലെ എന്റെ മോളെ ഏൽപ്പിക്കുന്നു. മജീദ് കാക്ക് എന്തോ വല്ലാത്തൊരവസ്ഥ. ഷാനും ഷഹീനുമൊക്കെ നിരയിൽ മുന്നിലുണ്ട്. നിനക്ക് ഇണയാക്കി തന്നു എന്ന് ഉസ്താദ് നിസാറിനോട് പറയാൻ പറഞ്ഞപ്പോൾ ആ ഇക്കാക്കമാരുടെ ഹൃദയം ഒന്ന് പൊട്ടി. നിക്കാഹ് കഴിഞ്ഞിട്ടോ? അനയെ ഒരിക്കൽ കഴിഞ്ഞില്ലേ? പെട്ടെന്ന് താഴേക്ക് ഇറക്ക്, മാറി കെട്ടണ്ടേ? മണവാട്ടിയെ കണ്ട് എല്ലാവരുടെയും ഒന്ന് കണ്ണു തള്ളി. ശരീരം മുഴുവൻ ചുവപ്പ് നിറത്തില് വെട്ടി തിളങ്ങുന്ന ഒരു തുണി കൊണ്ട് പൊതിഞ്ഞ പോലെ. അധികം മേക്കപ്പ് ഒന്നുമില്ല. അല്ലേലും അനക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. കണ്ണെടുക്കാനാവാതെ എല്ലാവരും നോക്കി നിന്നു. നാണത്തോടെ തലയും താഴ്ത്തി ആശയുടെ മുന്നിൽ നിൽക്കുന്ന ഹന. രണ്ടുപേർക്കും ഉദവുണ്ട്. ഹനയുടെ മുഖത്ത് കൈ തട്ടാതെ മാല മെല്ലെ അവളെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. അൽഹംദുലില്ലാഹ്, നല്ല ശാന്തമായൊരു ചുറ്റുപാട്. പാട്ടും കൂത്തും ക്യാമറയുടെ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ നിക്കാഹ് കഴിഞ്ഞിരിക്കുന്നു. ഹന, നിനക്ക് ഉദവില്ലേ? തല താഴ്ത്തി നിൽക്കുന്ന അവള് എന്ന് മൂളി. എന്നാ വാ എന്ന് പറഞ്ഞ് ആശി അവളെ ആ റൂമിലേക്ക് വിളിച്ചു. നിസ്കരിക്കാനല്ലേ? നാണത്തോടെ ഹനു റൂമിലേക്ക്. ആശി വാതിൽ ലോക്ക് ചെയ്തു. ഹനു, നിസ്കാരത്തിലുള്ള ഔറത്ത് എല്ലാം മറഞ്ഞിട്ടില്ലേ? അവനൊന്ന് അവളെ നോക്കി. ലഹങ്ക ആയതുകൊണ്ട് മുൻകൈ മുഖവും അല്ലാത്ത എല്ലാം മറഞ്ഞിട്ടുണ്ട്. ആശിക്ക് പിറകെ നിന്ന് ആദ്യ നിസ്കാരം. മുല്ലപ്പൂവിന്റെ മണം വീശും അത്രയും സുഗന്ധത്താൽ പൊതിഞ്ഞ മംഗല്യൊടുപ്പിൽ നിന്നുകൊണ്ട് രണ്ടുപേരും നാഥന്റെ മുന്നിൽ ശുക്ർ ചെയ്തു. നിസ്കാരം കഴിഞ്ഞു. ആശി ഒരുപാട് ദ്വാ ചെയ്തു. വാതിൽ ലോക്കാണ്. ഹനക്ക് ചെറിയൊരു പേടി. നിസ്കാരം കഴിഞ്ഞതും ആശി എണീറ്റു. ഹനയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. കൈ പിടിച്ച് സലാം പറഞ്ഞു. മൈലാഞ്ചി ചുവപ്പുള്ള കയ്യിലൊരു ഉമ്മ കൊടുത്തു. ഹന ആകെ വല്ലാത്തൊരവസ്ഥയില് വിയർക്കുന്നു. ആശി അടുത്തു വന്നപ്പോൾ തന്നെ നെഞ്ചിടിക്കുന്നു. ആശി മെല്ലെ കളിയാക്കി ചിരിച്ചു. ഞാൻ നിന്നെ കടിക്കൊന്നുമില്ല, പുറത്ത് എല്ലാവരും കാത്തു നിൽക്കാണെന്ന് പറഞ്ഞ് ഹനയെ ഒന്ന് ചേർത്ത് പിടിച്ചു. അൽഹംദുലില്ലാഹ്, എല്ലാം ഹൈറാക്കി തരണേ. ഇരു ഹൃദയങ്ങളും നാഥനെ സ്തുതിച്ചു കൊണ്ടേയിരുന്നു. പുറത്ത് എല്ലാവരും കാത്തു നിൽക്കുന്നു. വാതിൽ തുറന്ന് പുറത്ത് ഇറങ്ങിയതും എല്ലാവരും മഹർ കാണാനുള്ള തിടുക്കത്തിലാണ്. സുമി മോളെ ഒന്ന് ചേർത്ത് പിടിച്ചു. ആ നെറ്റിയിൽ ഒരുപാട് ഉമ്മ കൊടുത്തു. മാമിമാരും ആര്യമാരും ഇത്താത്തമാരൊക്കെ ഹനിയെ തിരിച്ചു മറിച്ചു നോക്കുന്ന തിരക്കില്. ഹനു, നല്ല ചൂടല്ലേ? കുറെ നേരം ആയില്ലേ? ഇനി ആ ഡ്രസ്സൊക്കെ ഒന്ന് അയച്ച് ഫ്രഷ് ആയി വാ. ഷാനിത്താന്റെ ഓർഡർ. പോകാൻ തിരിഞ്ഞപ്പോഴേക്കും ബാക്കിൽ നിന്ന് മോളെ ഹനു. തിരിഞ്ഞു നോക്കുമ്പോ ഉപ്പയും ഷാനും ഷഹീനും. വർഷങ്ങളായിട്ട് ആ ഉപ്പയും ഇക്കാക്കന്മാരും ഹനയും അത്ര അടുത്ത് നിന്നിട്ടില്ല. എന്റെ ഉപ്പ, എന്റെ ഇക്കാക്കന്മാര് ഹനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നാഥൻ വരച്ച വരകൾ ആ സ്നേഹത്തിന്റെ മുന്നിൽ മാഞ്ഞു പോകും പോലെ. അല്ലാ, നീ റഹ്മാനും റഹീമും അല്ലേ? ഞങ്ങൾക്ക് പുറത്തു തരണേ. പരിസരബോധം മറന്ന് ഹന 3 പേരുടെയും നെഞ്ചത്തേക്ക് വീണു. ആ പൊന്നുപ്പയുടെ പൊന്നുമോളായി, ഇക്കാക്കന്മാരുടെ അനിയത്തിക്കുട്ടിയായി. വർഷങ്ങൾക്ക് മുമ്പ് അവർക്കിടയിലേക്ക് കയറി വന്ന അവള് അവരെക്കാൾ സ്നേഹിക്കുന്ന ഹനമോളായി. ഉപ്പ, ഇക്കാക്ക, ആ 4 ഹൃദയങ്ങളും വിതുമ്പി. എല്ലാവരും കണ്ണു തുടക്കുന്നു. സന്തോഷവും നൊമ്പരവും നിറഞ്ഞൊരു കാഴ്ച. സന്തോഷവും സങ്കടവും നൊമ്പരവും എല്ലാം പേറിയ ആ ഉപ്പാക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എല്ലാവരും നോക്കി നിൽക്കെ മജീദ് ബോധം മറ്റ് താഴെ വീണു. ഉപ്പ, ഉപ്പ! ആരൊക്കെ കൂടി താങ്ങിയെടുത്ത് ഏതൊരു വഴിയിൽ കിടത്തി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു. അനിയൻ നജീബ്, ഷഹീന്, ആഷിഖൊക്കെ ഒപ്പമുണ്ട്. നജീബാപ്പ, ഉപ്പ കണക്കുമില്ല. ഷഹീൻ അട്ടഹസിച്ചു. ഉപ്പ, ഉപ്പ! പൊന്നുമോൾ നിക്കാഹ് രാവിലെ സ്നേഹത്തിന്റെ പ്രതീകമായ ആ പൊന്നുപ്പ നാഥന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ഇത് കേട്ടതും ഹന തളർന്നു വീണു. ചുണ്ടുകൾ മെല്ലെ അനക്കുന്നു. ഉപ്പ! ഹനയെ പിടിച്ചെണീപ്പിച്ച് മെല്ലെ റൂമിൽ കിടത്തി. അവളുടെ ഡ്രസ്സൊക്കെ ആരൊക്കെയോ മാറ്റിക്കൊടുത്ത് മറ്റൊന്ന് ഡ്രസ്സ് ചെയ്തു കൊടുത്തു. അവിടെ കിടത്തി. മറുഭാഗത്ത് സുമി തളർന്നു കിടക്കുന്നു. ആ വലിയ മനസ്സുള്ള മജീദ് ക ഇന്ന് മയ്യത്താണ്. ആ വലിയ വീടിന്റെ വലിയ ഹാളിന് നടുവില് മയ്യത്ത് വെച്ചിരിക്കുന്നു. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മയ്യത്തടക്കം. പെങ്ങന്മാരും മക്കളൊക്കെ ആകെ തളർന്നിരിക്കുന്നു.
മജി എന്ന് വിളിച്ച് വാവിട്ട് കരയുന്നു. അനക്ക് ഒന്നുകൂടെ ആ മുഖം കാണണമെന്ന് പറഞ്ഞപ്പോ ആരൊക്കെ ചേർന്ന് അവളെ താങ്ങി പിടിച്ച് മയ്യത്തിനടുത്തെത്തിച്ചു. കരഞ്ഞു തളർന്ന ആ ഉപ്പാന്റെ പൊന്നുമോള് ഹന. ഉപ്പ, അവസാനമായി ആ നെറ്റിയിലൊരു ഉമ്മ പോലും ഈ മോൾക്ക് തരാനാവില്ലല്ലോ. നാഥന്റെ തീരുമാനല്ലേ വലുത്. അല്ലാ, എന്റെ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണേ. ജന്നാത്തില് എന്റെ ഉപ്പാന്റെ പൊന്നുമോളാവാന് എനിക്ക് ഭാഗ്യം തരണേ. തളർന്ന ചുണ്ടുകൊണ്ട് ഇതൊക്കെ പിറുപിറുക്കുന്ന അവളെ ആരോ ആ റൂമിൽ തന്നെ കൊണ്ടുപോയി കിടത്തി. ഖബറടക്കൊക്കെ കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞു. ഇന്ന് മജീദ് ഖാന്റെ 7 ആ വലിയ മണിമാളികയിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. കല്യാണത്തെയും നിക്കാഹിന്റെയും എല്ലാ ആരവങ്ങളെല്ലാം തകർന്നടിഞ്ഞു. മണിമാളിക തന്നെ നിലം പതിച്ച പോലെ ഷെയ്ന്റെ പെണ്ണിനെ അന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ കല്യാണമൊന്നുമില്ല. ആന്റിമാരും മാമിമാരും കൊച്ചാവുമാരൊക്കെ തിരിച്ചു പോവുകയാണ്. മജിയില്ലാത്ത ആ മണിമാളികയിൽ നിൽക്കുക എന്നത് അവർക്കൊക്കെ താങ്ങാവുന്നതിലപ്പുറമാണ്. ആശയം പോവുകയാണ്. നിക്കാഹ് കഴിഞ്ഞ ദിവസങ്ങളായെങ്കിലും അനയോട് ശരിക്കൊന്നും മിണ്ടിയിട്ടില്ല. പരസ്പരം ഒന്ന് കൂടിയിരുന്നിട്ടില്ല. എന്തായാലും സുമി ആന്റിയുടെ എതിരിക്കലൊക്കെ ഒന്ന് കഴിയട്ടെ. എന്നിട്ട് പതിയെ അനയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അതുവരെ അവൾ ഇവിടെ നിൽക്കട്ടെ. എന്തായാലും ഇത്രകാലം കാത്തു നിന്നില്ലേ, ഒരുമിക്കാൻ നാഥൻ ഹൈറാക്കിയ ഒരു സമയം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നിക്കാഹ് കഴിഞ്ഞല്ലോ. മിണ്ടണം തോന്നുമ്പോ വിളിക്കാലോ. ഹന തന്റെ ഫോണിൽ ഒരു പഴയ ഫോട്ടോയിലേക്ക് നോക്കി തേങ്ങുകയാണ്. എന്റെ പൊന്നുപ്പാന്റെ മടിയിൽ ഞാൻ ഇരിക്കുന്നു. അല്ലാ, എനിക്ക് ഈ ദുനിയാവിൽ നീ തന്ന വലിയ പരീക്ഷണം ഇത് തന്നെയാവും. സ്നേഹം കൊണ്ട് എന്റെ എല്ലാം ആക്കിയവരോട് എനിക്ക് രക്തബന്ധം തന്നില്ല. അല്ലാ, ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ. നാളെ ജന്നാത്തില് ആ ഉപ്പയെയും മക്കളെയും ഞങ്ങളെയും കൂടെ ഒരുമിപ്പിക്കണേ. സദാസമയം ആ ചുണ്ടുകളിൽ സലാത്തിന്റെയും ഇരടികളും ദിക്റുകളും ദുആകളുമല്ലാതെ വേറൊന്നും ഇല്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗം തുടരും. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.